ആം, സുജയയിലേക്ക് എത്തിയാൽ സുജയ, വോട്ടുറപ്പിക്കാനുള്ള വേദിയായി മാറിയോ ഇപ്പോൾ കൊടുത്ത ഈ സ്വീകരണവും 30-ാം വാർഷികത്തിൻ്റെ അനുമോദനവും? വോട്ടുറപ്പിക്കുന്നതിനേക്കാൾ വോട്ട് നിലനിർത്തുക എന്നതാണ്. കാരണം വെള്ളാപ്പള്ളി നടേശൻ ഒരിക്കലും താൻ CPM എതിരാണ് എന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈഴവ വിഭാഗത്തു നിന്നുള്ള, അല്ലെങ്കിൽ മലബാറിലാണെങ്കിൽ തീയ വിഭാഗത്തു നിന്നുള്ള വോട്ടുകൾ ഏറ്റവും കൂടുതൽ പോൾ ചെയ്യപ്പെടുന്നത് CPIM-നാണ്. യഥാർത്ഥത്തിൽ BJP-യും CPI-യും ഒരു ഹിന്ദു പാർട്ടി എന്ന രീതിയിലാണ് ബഹുഭൂരിപക്ഷം വോട്ടർമാരും അല്ലെങ്കിൽ കേഡർമാരും ഇവിടെ നിന്നാണ്, അല്ലെങ്കിൽ നേതാക്കളിലേക്ക്, മന്ത്രിമാരിലേക്കും ഒക്കെ പോയി കഴിഞ്ഞാൽ അത് കൃത്യമായി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഈ അവസരം ഉപയോഗിക്കാൻ ശ്രമിച്ച പ്രതിപക്ഷം യഥാർത്ഥത്തിൽ എങ്ങും തൊടാത്ത ഒരവസ്ഥയിലേക്ക് എത്തി എന്നതാണ്. കാരണം ലീഗിന്റെ വോട്ടുകൾ ഒരിക്കലും ഇടതുപക്ഷത്തേക്ക് വരില്ല എന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാം. അതേസമയം BJP-യിലേക്ക് പോയിട്ടുള്ള ഈ OBC വോട്ടുകൾ, പ്രത്യേകിച്ചും ഈഴവ വോട്ടുകൾ, അത് തിരിച്ചു വരുന്നതിന് ഉള്ള ഒരു കളം ഒരുക്കുക, അത് താൻ തന്നെ ചെയ്യേണ്ടതുണ്ട് എന്നത് മുഖ്യമന്ത്രിക്കും അറിയാം, പാർട്ടിക്കും അറിയാം, LDF-നും അറിയാം. അതവർ വിലയിരുത്തി കഴിഞ്ഞതാണ്. ഈ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം വോട്ട് ചോർച്ചയുണ്ടായ മണ്ഡലങ്ങൾ, അതിപ്പോൾ ആറ്റിങ്ങൽ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ആലപ്പുഴ എടുത്തു നോക്കിക്കഴിഞ്ഞാലും കൃത്യമായി അത് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് വോട്ട് ചോർച്ചയുണ്ടായത് എന്ന്. അപ്പോൾ ഈഴവ വോട്ടുകൾ പോയിട്ടില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ ന്യായീകരിച്ചിട്ടുണ്ട്. അത് കണ്ണൂരിന്റെ കോണ്ടെക്സ്റ്റിലാണ്. കണ്ണൂരിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ നിങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾ കണ്ണൂരിൽ തോറ്റതെന്ന് ഇതേ വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങൾ എവിടെയും പോയിട്ടില്ല, പക്ഷേ പ്രശ്നാധിഷ്ഠിത നിലപാടിന്റെ ഭാഗമായി ചിലപ്പോൾ ഞങ്ങൾ മാറ്റി കുത്തിയിട്ടുണ്ടാകും, അത് ബോധ്യപ്പെട്ടല്ലോ എന്ന് പറയാതെ എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. ഇനി ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതികരണം നടത്തിയപ്പോൾ അത് മുസ്ലിങ്ങൾക്കെതിരായിട്ടാണ് നടത്തിയത്. പക്ഷേ രണ്ടാമത്തെ ദിവസം അദ്ദേഹം അതിനെ ക്ലാരിഫൈ ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞത് ലീഗിനെതിരെയാണ് എന്ന് മുസ്ലിം ലീഗ് എന്നുള്ള പേരെടുത്ത് തന്നെ വെള്ളാപ്പള്ളി നടേശൻ പറയുകയാണ്. അത് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എൻഡോഴ്സ് ചെയ്യുകയാണ്. ഇതിനെ ഞാൻ കാണുന്നത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു എൻഡോഴ്സ്മെന്റ് ആയിട്ടാണ്. അതായത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ ചുരുക്കം. അതായത് ലീഗിനെതിരെ, അല്ലെങ്കിൽ ലീഗിലെ സമ്പന്നർ മലപ്പുറത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൈവശം വെച്ചിരിക്കുന്നതിനെ കുറിച്ച് തന്നെയാണ് പിണറായി വിജയനും ഇന്ന് ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാണ്. ഇതിലിനി പ്രതികരിക്കേണ്ടത് മുസ്ലിം ലീഗാണ്. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ? വെള്ളാപ്പള്ളി നടേശനെ തുറന്നെതിർത്തതുപോലെ, വെള്ളാപ്പള്ളി നടേശന്റെ കോലം കത്തിച്ചതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലമൊന്നും കത്തുന്നത് ഇതുവരെ കണ്ടില്ല. എന്തേ മുസ്ലിം ലീഗിന് അതിനുള്ള ധൈര്യമില്ലേ? മുസ്ലിം ലീഗ് അതിൽ തൊട്ടിട്ടില്ലല്ലോ, മുസ്ലിം ലീഗ് മിണ്ടിയിട്ടില്ലല്ലോ ഈ വിഷയത്തിൽ. പിണറായി വിജയൻ പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് ഇന്ന് 4:30 മുതൽ ഏകദേശം 4:30-5 മണി സമയത്താണ് അദ്ദേഹം പ്രസംഗിച്ചത്. ഇത്രയും നേരമായല്ലോ, ഇതുവരെ കോലമൊന്നും കത്തിയില്ല. വെള്ളാപ്പള്ളി നടേശൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകരൊക്കെ ഇറങ്ങി കോലം കത്തിച്ചിരുന്നു. പക്ഷേ ഇന്ന് കോലം കത്തുന്നതൊന്നും എന്തായാലും കണ്ടിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റേത്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംരക്ഷിക്കാൻ താല്പര്യമുള്ളവർ രംഗത്ത് വന്നു എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന വാചകം. അത് അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ് നിലവിലുള്ള യാഥാർത്ഥ്യം എന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിൽ പരം ഒരു എൻഡോഴ്സ്മെന്റ് വെള്ളാപ്പള്ളി നടേശനും SNDP യോഗത്തിനും കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം BJP വന്ന് പിന്തുണയ്ക്കുന്നത് പോലെയല്ല നമ്മുടെ നാടിന്റെ മുഖ്യമന്ത്രി വന്ന് പിന്തുണയ്ക്കുന്നത്. അതും വെള്ളാപ്പള്ളി നടേശന്റെ ഈ പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കണോ എന്നൊരു ചർച്ച നമ്മളിവിടെ നടത്തിയിരുന്നു. എനിക്ക് ഡോക്ടർ അരുൺ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് സംശയമാണ്. ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു, അല്ലേ? ഉണ്ടായിരുന്നില്ല. അന്നത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു ആ പരിപാടിക്ക് പോകുമെന്ന്. കാരണം അത് മുഖ്യമന്ത്രിയുടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്. ഈ പരിപാടിയിലേക്ക് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചപ്പോൾ മുഖ്യമന്ത്രി ആ ക്ഷണം സ്വീകരിക്കുകയും ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ അദ്ദേഹത്തിന് എന്താണോ തിരുത്തേണ്ടത് അതേക്കുറിച്ചൊരു റഫറൻസ് എങ്കിലും നടത്തുക, അത് മാത്രമേ മുഖ്യമന്ത്രിയെ കൊണ്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ വെള്ളാപ്പള്ളി പറഞ്ഞത് തെറ്റാണ്, ലീഗ് പറഞ്ഞത് ശരിയാണ് എന്ന് തങ്ങളുടെ കൈവശമുള്ള ഒരു സ്ട്രോങ് വോട്ട് ബാങ്കിനെ മുഴുവൻ പിണക്കുന്ന രീതിയിൽ ഒരു പ്രതികരണം നടത്താൻ അത്ര മണ്ടനല്ല പിണറായി വിജയൻ. അത് അന്ന് തന്നെ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഇനി അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഈ നാട്ടിൽ എന്തിനേയും തെറ്റായി ചിത്രീകരിക്കാൻ നോക്കുന്ന കാലമാണ്. കാരണം വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം വന്ന ഉടൻ തന്നെ അത് എൻറ്റയർ മുസ്ലിം പോപ്പുലേഷനെ മോശമാക്കിക്കൊണ്ടുള്ളൊരു ചിത്രീകരണമാണ് എന്നതിലേക്കാണ് ആ ചർച്ച പോയത്. അല്ലാതെ അദ്ദേഹം പറഞ്ഞ സാമ്പത്തികമായിട്ടുള്ള അന്തരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കോ അല്ല. വെള്ളാപ്പള്ളി നടേശൻ അന്ന് പറഞ്ഞ അവിടെ ശുദ്ധവായു കിട്ടുന്നില്ല, ശ്വസിക്കാൻ പോലും പറ്റാത്ത, അതിനോട് ഞാൻ അന്നും യോജിക്കുന്നില്ല, ഇന്നും യോജിക്കുന്നില്ല. കാരണം അദ്ദേഹം പറയുമ്പോൾ, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് കൃത്യമായി ഉപയോഗിക്കേണ്ടതായിരുന്നു. അവിടെ അദ്ദേഹത്തിന് ശുദ്ധവായു ശ്വസിക്കാൻ കഴിയാത്ത അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയനോട് തന്നെ നേരിട്ട് പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. ഇവിടെ വെള്ളാപ്പള്ളി നടേശന് മുഖ്യമന്ത്രി കൊടുക്കുന്നത് അവധാനത പുലർത്തണം എന്നുള്ള ഒരു ഉപദേശമാണ്. അത് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ തെറ്റിപ്പോയി എന്ന് മുഖ്യമന്ത്രിക്കും ബോധ്യമുള്ളത് കൊണ്ടാണ്. അത് അദ്ദേഹത്തിൻ്റെ പ്രായവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പിന്നിലുള്ള വോട്ട് ബാങ്കിന്റെ കനവും എല്ലാം നോക്കിയാണ് അവധാനത പുലർത്തണം എന്ന ഒരു വാചകത്തിൽ മുഖ്യമന്ത്രി ഒതുക്കിയത് എന്നതാണ് ഞാൻ കരുതുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുമാരനാശാൻ ആയിട്ടുള്ള കമ്പാരിസൺ. കുമാരനാശാൻ 16 വർഷമാണ് SNDP യോഗത്തിന്റെ നേതൃത്വത്തിലിരുന്നത്. പക്ഷേ ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ 30 വർഷം പൂർത്തിയാക്കുകയാണ്. അതായത് ആ ചേർത്തലയിലെ പരിപാടിയിൽ നടക്കുന്ന ആ പരിപാടിയുടെ വലിപ്പം അത് മുഖ്യമന്ത്രി തന്നെ എടുത്തു പറയുകയാണ്. അതായത് വെള്ളാപ്പള്ളി നടേശൻ അതുക്കും മേലെയാണ് എന്ന് ഇന്ന് സ്ഥാപിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചിട്ടുണ്ട്. അതിൽ എത്രത്തോളം
വസ്തുതയുണ്ട് എന്നത് കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറിയായും SN ട്രസ്റ്റിന്റെ അമരക്കാരനായും ഒരേ സമയം 1996 വെള്ളാപ്പള്ളി നടേശൻ എത്തുകയായിരുന്നു. ഈ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുമ്പോൾ അതിനു മുൻപ് അദ്ദേഹം വേറെ പദവികൾ വഹിച്ച് ഘട്ടം ഘട്ടമായി കയറി വന്നതല്ല. നേരിട്ട് ജനറൽ സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹം മാറുന്നത്. അതിന് തൊട്ട് മുൻപാണ് SN ട്രസ്റ്റിന്റെ അമരക്കാരനായി അദ്ദേഹം മാറുന്നത്. ഇവിടെ ഇന്ന് INL അധ്യക്ഷൻ പറഞ്ഞ ഒരു കാര്യം കൂടി ഇതോട് നമ്മൾ ചേർത്ത് വെക്കേണ്ടതുണ്ട്. കാരണം ഘടകകക്ഷിയാണല്ലോ. INL അടക്കം വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയിൽ എതിർപ്പുയർത്തുന്നത് നമ്മൾ അന്ന് കണ്ടതാണ്. അവരൊക്കെ സ്വരം മയപ്പെടുത്തുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് അല്ലെങ്കിൽ പ്രസംഗത്തിന് തൊട്ട് മുൻപാണ് INL സംസ്ഥാന അധ്യക്ഷൻ AP അബ്ദുൽ വഹാബിന്റെ സൗണ്ട് ബൈറ്റ് വന്നത്. അദ്ദേഹം പറഞ്ഞത് പിന്നോക്ക സംവരണ മുന്നണിയുടെ ഭാഗമായി വെള്ളാപ്പള്ളിയെ ഉപയോഗിച്ച മുസ്ലിം ലീഗ് അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ അവഗണിച്ചതാണ് പ്രസ്താവനയ്ക്ക് കാരണം. അതിൽ വസ്തുതയില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം പിന്നോക്ക മുന്നണിയായി നിന്നുകൊണ്ട് ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഒന്നിച്ച് പ്രവർത്തിച്ചവരാണ് SNDPയും അതുപോലെ തന്നെ മുസ്ലിം ലീഗും. പക്ഷേ അധികാരത്തിൽ UDF ഇരുന്നപ്പോൾ വെള്ളാപ്പള്ളിയെയും അതുപോലെ തന്നെ SNDPയെയും തഴഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ അല്ലെങ്കിൽ മറ്റു വകുപ്പുകൾ മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യുമ്പോൾ വെള്ളാപ്പള്ളിയുടെ ആവശ്യങ്ങൾ എത്രത്തോളം പരിഗണിച്ചിട്ടുണ്ട് എന്നത് കൂടി എടുത്തു നോക്കണം. എങ്ങനെയാണ് ഇടത് സർക്കാർ പരിഗണിച്ചത്, എങ്ങനെയാണ് UDF സർക്കാർ പരിഗണിച്ചത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ദേഷ്യം വെള്ളാപ്പള്ളി നടേശന്റെ മനസ്സിലുണ്ട്. മറ്റൊരു അഭിമുഖത്തിൽ ഞാൻ പത്രത്തിലാണ് കണ്ടത്. ആ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം തൻ്റെ മനസ്സൊരു ഇടതുപക്ഷ മനസ്സാണെന്ന് പറയുന്നുണ്ട്. ഒരു അഭിമുഖത്തിൽ റീസെൻ്റ്ലി തന്നെ വന്നതാണ്. അതിൽ അദ്ദേഹം പറയുന്നത് എൻ്റെ മനസ്സൊരു ഇടതുപക്ഷ മനസ്സാണ്. മകൻ BDJSന്റെ അമരക്കാരനാണ് അല്ലെങ്കിൽ NDAയുടെ നേതാവാണ് എന്നതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പൂർണ്ണമായും ഒരു BJP കാരനായി മാറി അല്ലെങ്കിൽ അങ്ങനെ മാറും എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം പ്രശ്നാധിഷ്ഠിത നിലപാടെടുക്കുന്ന ഒരാളാണ്. അതൊരു പക്ഷേ BJPക്ക് അനുകൂലമായും അദ്ദേഹം എടുത്തു എന്ന് വരാം. പക്ഷേ കോൺഗ്രസിനോ ലീഗിനോ ഒപ്പം പോകാൻ വെള്ളാപ്പള്ളി ഉദ്ദേശിക്കുന്നില്ല. കാരണം VD സതീശനെതിരെ അദ്ദേഹം നടത്തിയ സ്റ്റേറ്റ്മെന്റ്, അതുപോലെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾക്കായിട്ടുള്ള മത്സരത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ സ്റ്റേറ്റ്മെന്റ്, അതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴും അദ്ദേഹം മാറ്റമില്ലാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഒരു ഹാർഡ് കോർ പിണറായി ഫാനാണ്. എനിക്ക് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്സിൽ നിന്ന് മനസ്സിലായിട്ടുള്ളതാണ്. പിണറായി വിജയൻ 3ാം വട്ടവും അധികാരത്തിൽ വരും, LDF 3ാം ഊഴം ഉണ്ടാകും എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ഒരു പ്രവചന ഗുരുവായിട്ടൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ആഗ്രഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിഷ് അതാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ അതും മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളെ പൂർണ്ണമായിട്ടും എന്തിന് തള്ളിപ്പറയണം? തന്നെ എതിർക്കുന്ന, തന്നെ എപ്പോഴും തുറന്നെതിർക്കുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന ലീഗിന് വേണ്ടി എന്തിന് തന്റെ ഒരു ഫാനായ വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളിപ്പറയണം? അതുകൊണ്ട് അദ്ദേഹത്തിന് അതിന്റെ ആവശ്യമില്ല എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. അതുതന്നെയാണ് സജി ചെറിയാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയത്. ഞങ്ങൾ എല്ലാവരും പോകുന്നതിൽ എന്താ കുഴപ്പമെന്ന് സജി ചെറിയാൻ ചോദിച്ചത് സജി ചെറിയാൻ്റെ മാത്രം ചോദ്യമല്ല, അത് മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ചോദ്യമാണ്. ഇവിടെ മറ്റൊരു കാര്യം, ലീഗിന് കിട്ടിയ മറ്റൊരു തിരിച്ചടിയാണ്. ലീഗ് പ്രവർത്തകർ, യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരാണ് ആദ്യം കോലം കത്തിക്കുന്നത്. അതിനുശേഷം പലയിടങ്ങളിലായി വെള്ളാപ്പള്ളി നടേശന്റെ കോലം കത്തിച്ചുള്ള പ്രതിഷേധം നടക്കുമ്പോൾ മറുഭാഗത്തൊരടിയുണ്ടായിരുന്നു. സാദിഖലി തങ്ങളുടെ കോലം കത്തിക്കുകയാണ്. അങ്ങനെ തിരിച്ചടിക്കുന്നതൊന്നും നമ്മൾ അങ്ങനെ അധികം കണ്ടിട്ടില്ല. സാദിഖലി ശിഹാബ് തങ്ങളുടെ കോലം കത്തിച്ചുകൊണ്ടാണ് SNDP യോഗം പ്രവർത്തകർ തിരിച്ചടിച്ചത്. അതായത് തിരിച്ചടിക്കും, അതായത് ഞങ്ങളൊരു സ്ട്രോങ് വോട്ട് ബാങ്കാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ശക്തി അറിയാം എന്ന് SNDP യോഗം കൃത്യമായി മുസ്ലിം ലീഗിന് ഒരു മറുപടി അവിടെ കൊടുക്കുകയാണ്. ഇനി സംഘടനയെ വളർത്തി എന്നുള്ള പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ അഭിനന്ദനത്തിൽ കാര്യമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതിന്റെ ഫാക്സ് ഞാനൊന്ന് പരിശോധിച്ചു. 1996 വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറിയായി ചുമതലയേൽക്കുമ്പോൾ അന്ന് യോഗത്തിന്റെ കയ്യിലുള്ള നീക്കിയിരിപ്പെന്ന് പറയുന്നത് വെറും 6083 രൂപയാണ്. ഇന്നിപ്പോൾ 30 വർഷം കഴിയുമ്പോഴേക്കും ആസ്തി എന്ന് പറയുന്നത് കോടികളാണ്. എങ്ങനെയാണ് SNDP യോഗത്തിന് അത്രയും വളർച്ച കൈവരിക്കാൻ കഴിഞ്ഞത്? SNDP യോഗത്തെ വെള്ളാപ്പള്ളി നടേശൻ കട്ടു, മുടിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഈ യോഗത്തിന് കൈവശമുള്ള ആസ്തി കൂടിയതും കൂടി നമ്മളൊരു ഭാഗത്ത് കാണേണ്ടതുണ്ട്. 33 ലക്ഷമാണ് അംഗസംഖ്യ, 33,000 കുടുംബ യൂണിറ്റുകളുണ്ട്, 6,500 ശാഖകളുണ്ട്, 150ഓളം യൂണിയനുകൾ, 5,000 വനിതാ സംഘ യൂണിറ്റ്. അന്ന് 42 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് 96 ഉണ്ടായിരുന്നതെങ്കിൽ അത് 150 കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. അത് ഇനിയും കൂട്ടുമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ എതിർക്കുന്നതിന് മൈക്രോ ഫിനാൻസുമായിട്ടുള്ള അതിന്റെ സെറ്റിൽമെന്റ് ആണെന്ന് പറയും. പക്ഷേ SNDP യോഗം എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിന് വെള്ളാപ്പള്ളി നടേശൻ 30 വർഷം കൊണ്ട് എന്ത് ചെയ്തു കൊടുത്തു എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ചെയ്തു കൊടുത്തു. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിനന്ദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ ഫാക്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വസ്തുതയുണ്ട്. വസ്തുതാപരമായി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ അഭിനന്ദനം അവിടെ നിൽക്കുന്നത്. ഇനി ഈ കാലയളവിനെ കുറിച്ച് നോക്കിയാൽ ആദ്യത്തെ ജനറൽ സെക്രട്ടറി മഹാകവി കുമാരനാശാൻ 2 ഘട്ടങ്ങളിലായി 15 വർഷം, R ശങ്കർ 11 വർഷം. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് അത് തെരഞ്ഞെടുപ്പിലൂടെയാണോ അല്ലാതെയാണോ എന്നത് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ആ കാലപരിധി നോക്കുകയാണെങ്കിൽ 30 വർഷം അദ്ദേഹം ഇരുന്നിരിക്കുകയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നെ അഭിനന്ദിക്കല്ലാതെ എന്താണ് ചെയ്യുക? അവിടെ അദ്ദേഹത്തെ വിമർശിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് എന്താണ് പിന്നെ പിണറായി വിജയൻ ചെയ്യേണ്ടത്? നിങ്ങൾ 30 വർഷം ഇരുന്നത് മോശമായി പോയി, നിങ്ങൾ മറ്റ് ആളുകളെയൊക്കെ, നിങ്ങൾ CK വിദ്യാസാഗർ അടക്കമുള്ള ആളുകളെ നിങ്ങൾ എന്തുകൊണ്ട് ജനറൽ സെക്രട്ടറി ആക്കിയില്ല എന്ന് അദ്ദേഹത്തെ
ആദരിക്കുന്ന ചടങ്ങിൽ പോയി മുഖ്യമന്ത്രി പിണറായി വിജയന് ചോദിക്കാൻ സാധിക്കുമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അവർ മൂഢസ്വർഗ്ഗത്തിലാണ്. അങ്ങനെ ഒരിക്കലും പിണറായി വിജയന് ചോദിക്കാൻ കഴിയില്ല. പിന്നെ ഈഴവ സമുദായത്തിൻ്റെ ഒരു ശബ്ദമായി വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണുന്നുണ്ടോ എന്ന് പോലും തോന്നിപ്പോകും. കാരണം അദ്ദേഹം അത്രയും പുകഴ്ത്തിയാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് ഈ വേദിയിൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം ഈ അദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ്റെ തന്നെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ന്യൂനപക്ഷ പ്രീണനം അതാണ് LDFിനോടുള്ള എൻ്റെ വിയോജിപ്പ്. ന്യൂനപക്ഷ പ്രീണനം LDF ഒഴിവാക്കുകയാണെങ്കിൽ ഈഴവ വോട്ടുകൾ തിരിച്ചു വരും. ആ ഒരു വാക്കിൽ അദ്ദേഹം നേരത്തെ പറഞ്ഞതാണ്. ആ ഒരു വാക്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തായാലും പ്രതീക്ഷ വെക്കുന്നുണ്ട്. അതോടൊപ്പം ഇന്നലെ നാഷണൽ ലീഗിന്റെ നേതാക്കളുമായി വെള്ളാപ്പള്ളി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം വന്നിട്ട് അദ്ദേഹം ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. മലപ്പുറം പ്രസംഗത്തിന്റെ പേരിൽ ലീഗിലെ സ്വാർത്ഥമതികളായ സമ്പന്ന നേതൃത്വം തന്നെ മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിച്ച് സമൂഹത്തെ മതാടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് പറയുന്നു. നേരത്തെ പിന്നെ മാഡം പറഞ്ഞു വെള്ളാപ്പള്ളിയുടെ മകനും വെള്ളാപ്പള്ളിയുടെ ഭാര്യയും വെള്ളാപ്പള്ളി നടേശനും ഒക്കെ ഈ തലപ്പത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗിൽ ആരായിരിക്കുന്നത്? പാണക്കാട്ടെ തങ്ങളല്ലേ ഇരിക്കുന്നത്? മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനായി, യൂത്ത് ലീഗിന്റെ അധ്യക്ഷനായിട്ടിരിക്കുന്നത് പാണക്കാട്ടെ തങ്ങളാണ്. അത് മറ്റാരിലേക്ക് കൊടുക്കുന്നില്ലല്ലോ. പ്രസിഡന്റ് പദവി വേറെ ആരും എടുക്കുന്നില്ലല്ലോ. വെള്ളാപ്പള്ളി നടേശനോട് ഈ ജനാധിപത്യം പറയുമ്പോൾ അത് ലീഗിലും അത് നടപ്പാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നല്ല നേതാക്കളൊക്കെ ഉണ്ടല്ലോ. എന്തുകൊണ്ട് പാണക്കാട്ട് നിന്ന് മാത്രം പ്രസിഡന്റ് വരുന്നു? അതിനും ഒരു മാറ്റം ലീഗ് കൊണ്ടുവരട്ടെ. അല്ലാതെ വെള്ളാപ്പള്ളി നടേശന്റെ മകനും ഭാര്യയും ഒക്കെ വിവിധ, അതുപോലെ തന്നെ കോൺഗ്രസിലാണെങ്കിലും എങ്ങനെയാണ് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലേക്ക് ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ കൊണ്ടുവന്നിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഈ കഴിഞ്ഞ യോഗത്തിലാണെങ്കിലും രാഹുൽ ഗാന്ധി തീരുമാനിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനങ്ങൾ, അതോടൊപ്പം തന്നെ വിവിധ സംഘടനകളുടെ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഞാനൊരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു തീരുമാനമെടുത്ത് അവിടെ പോയി എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. Meet the editors.